തലശ്ശേരി രൂപതയിലെ യുവജനങ്ങളുടെ സമ്മേളനത്തിലാണ് പിതാവ് പറഞ്ഞത് 18 വയസ്സ് കഴിഞ്ഞാൽ പ്രേമിച്ചുള്ളൂ, അതാരും കുറ്റമായിട്ട് കാണേണ്ടതില്ല എന്ന്. മാങ്ങോട് ഇടവകയിലും ഇത് പ്രസംഗിച്ചിരുന്നു. പിതാവ് പറഞ്ഞ കണക്ക് എന്താണ്? 4200 പേരാണ് 35 വയസ്സ് കഴിഞ്ഞ പുരുഷന്മാർ ജീവിത പങ്കാളി ലഭിക്കാത്തവർ. 150 പെൺകുട്ടികളുമുണ്ട്. അപ്പോൾ പ്രേമിച്ച് ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാൻ പറ്റുമോ? പറ്റുമെന്നാണെങ്കിൽ 150 × 28 4200. ഒരു പെൺകുട്ടിയെ പ്രേമിക്കാൻ 28 പേര് വേണ്ടി വരും. ഒരു പെണ്ണ് 28 പേരെ പ്രേമിച്ചാലല്ലേ ഈ പ്രശ്നം പരിഹരിക്കുകയുള്ളൂ. 28 പേര് കൂടി പ്രേമിച്ചാൽ അതൊരാൾക്കല്ലേ കെട്ടാൻ പറ്റുള്ളൂ. ഈ പ്രശ്നം മാത്രമാണോ? 25 വയസ്സിൽ താഴെയുള്ള അവിവാഹിതരുടെ വിവാഹം ആലോചിക്കുന്നവരുടെ കണക്കെടുത്താലും പെൺകുട്ടികളുടെ എണ്ണം കുറവാണ്. ഈ 2 പേരെ 3 പേര് ഒരു പെണ്ണിനെ പ്രേമിച്ച് പ്രശ്നം പരിഹരിക്കാനാണോ? ഏതെങ്കിലും വായത്തോന്ന് പറയാൻ പാടുണ്ടോ? പ്രശ്നത്തിൻ്റെ ബേസിക് കാരണം കണ്ടെത്തണം. അംഗസംഖ്യ കുറയുന്നതിന് അടിസ്ഥാന കാരണം കണ്ടെത്തണം, അത് പരിഹരിക്കണം. സ്ത്രീധനം വലിയ ഭാരമായി തോന്നി അനേകർ കണ്ണീര് കുടിച്ച് ജീവിതം തൊലഞ്ഞു പോയ സാഹചര്യത്തിൽ സ്ത്രീധനത്തിനെതിരെ എന്തെങ്കിലും രൂപത പറയുന്നുണ്ടോ? ഒരു രൂപതയും പറയുന്നില്ല. അതിൻ്റെ ഫലമാണ് സ്ത്രീ ജന്മങ്ങൾ ഭാരമാണെന്ന് കരുതി പലരും പെൺകുട്ടികളെ കൊന്നു കളയുന്നത്. അബോർഷൻ വർദ്ധിച്ചു, പെൺകുട്ടികളുടെ എണ്ണം കുറയുന്നുള്ള പ്രധാന പ്രശ്നം. പൊതുവെ കുട്ടികളുടെ കുറവും പെൺകുട്ടികളുടെ കുറവും, അത് മനസ്സിലാക്കണം. അപ്പോൾ ഇത് ബേസിക് പ്രശ്നം പരിഹരിക്കാൻ, സ്ത്രീധനം തടയാൻ, സ്ത്രീധനമില്ലാതെ വിവാഹം കഴിക്കാൻ നിരവധി പേരെ പ്രോത്സാഹിപ്പിക്കണം. അങ്ങനെ ഒന്നും ചെയ്യാതെ ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാതെ എല്ലാവരും നേരെ കയറി പ്രേമിച്ചോ എന്ന് പറയുന്നത് എത്രയോ ദയനീയമായ സ്ഥിതിയാണ്. നമ്മൾ മാത്രമല്ല, പൊതുസമൂഹത്തിൽ എത്ര പേര് ചർച്ച ചെയ്തു, എത്രയോ ചാനലുകൾ ഈ വിഷയം എഴുതിയിട്ട് ഇത്ര വൃത്തികെട്ട രീതിയിൽ സംസാരിക്കുന്നു. യൂറോപ്പിലെയും മറ്റും ക്രൈസ്തവരുടെ വഷളം ജീവിതം ചർച്ച ചെയ്യുന്ന പൊതുസമൂഹത്തിൽ നമ്മുടെ സഭയ്ക്ക് മൊത്തത്തിൽ നാണക്കേടുണ്ടാക്കിയ ഒരു സംഭവമല്ല ഇത്. മെത്രാൻ തന്നെ ഇത് പറഞ്ഞ സ്ഥിതിക്ക് മാതാപിതാക്കൾക്ക് ഇനി മുതൽ മക്കളെ ഇക്കാര്യത്തിൽ നിയന്ത്രിക്കാൻ പറ്റുമോ? കന്യാസ്ത്രീകൾക്കോ കാറ്റഗിസം അധ്യാപകർക്കോ കുട്ടികളെ നല്ല രീതിയിൽ നയിക്കാൻ ഇനി പറ്റുമോ? പാമ്പ്ലാനി പിതാവ് കാറ്റഗിസം 12ാം ക്ലാസ്സിൽ പഠിക്കാൻ തലശ്ശേരി രൂപതയിൽ ഇറക്കിയ പുസ്തകം സത്യം അറിയാനെന്ന പേരിൽ ഇറങ്ങിയ പുസ്തകത്തിൽ ടീനേജ് കുട്ടികളോട് പ്രേമിക്കണമെന്നാണ് പറഞ്ഞത്. പ്രേമിച്ച് നഷ്ടപ്പെട്ടാൽ നിങ്ങൾ പ്രേമിച്ചേ പറ്റൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെ വഷളത്വം പറഞ്ഞ പിതാവ് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറിയില്ല. ഈ ഇത്ര നാളായിട്ടും അത് വിട്ടിട്ടില്ല. അന്ന് അച്ഛനായിരുന്നപ്പോൾ എഴുതിയതാണ്, മെത്രാനാകുന്നതിന് മുമ്പ് അച്ഛനായിരുന്നപ്പോൾ എഴുതിയതാണ്. 10 കൊല്ലം മുമ്പ് എഴുതിയ ആ നിലപാട് ഇന്നും ഒരു മാറ്റമില്ല. ചാൻസ് കിട്ടിയപ്പോൾ വീണ്ടും പ്രേമിക്കാൻ പറഞ്ഞത് എന്ത് വൃത്തികെട്ട കാര്യമാണ്. കുട്ടികൾ അച്ഛനാകാനൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവർ ഞാൻ അവരോടും പ്രേമിച്ചേ പറ്റുമെന്ന് ആ പുസ്തകത്തിൽ എഴുതി. അത് എഴുതി വെച്ചിരിക്കുകയാണ്. ബെനഡിക്റ്റും കൊളാസ്റ്റിക്കയും വിശുദ്ധർ അവർ പ്രണയത്തിലായിരുന്നു. വിശുദ്ധ അസീസിയും ക്ലാരയും പ്രണയത്തിലായിരുന്നു. ഇങ്ങനെ ഒത്തിരി പേരെ എഴുതി വെച്ച്. വിശുദ്ധ ജെയിംസ് എന്താളും ഫ്രാൻസിസ് സാലസും പ്രണയത്തിലായിരുന്നു എന്നൊക്കെ വെറുതെ ബ്ലണ്ടർ ശുദ്ധ അസംബന്ധം എഴുതി വെച്ചേക്കുന്നത്. അതൊരു പ്രസംഗത്തിൽ പറഞ്ഞാൽ 500 1000 പേരെ കേൾക്കുകയുള്ളൂ. പറഞ്ഞത് അങ്ങനെയല്ല. അച്ഛന്മാരും മെത്രാന്മാരും ഇവിടെ മറ്റ് സിസ്റ്റേഴ്സും ഒക്കെ എല്ലാവർക്കും വായിക്കാൻ രീതിയിൽ പുസ്തകമാക്കി ഇറക്കിയപ്പോൾ അതിൻ്റെ വായനക്കാരെല്ലാവരും പ്രേമിക്കാൻ പ്രേരണ ലഭിക്കുകയാണ്. ആ അച്ഛന്മാരുടെയും കന്യാസ്ത്രീകളും എന്താ ഈ പുസ്തകത്തിലൂടെ പിതാവ് പറയുന്നത്? പ്രേമിക്കാൻ.